കേരളത്തെ നടുക്കുന്ന അന്വേഷണ റിപ്പോർട്ട് മലയാളി വാർത്ത പുറത്തുവിടുന്നു. വഴിയോരങ്ങളിൽ ദിവസങ്ങളോളം കേടുകൂടാതെ ഓറഞ്ച് എങ്ങനെ സൂക്ഷിക്കുന്നു എന്നതായിരുന്നു ഞങ്ങൾ തേടിയത്. ഇപ്പോഴിതാ പത്തനംതിട്ട ഓമല്ലൂരിലെ ഈ കാഴ്ചകൾ നമ്മളെ തളർത്തു. വഴിയോര കച്ചവടക്കാർ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന ഓറഞ്ചുകളിൽ നിന്നും കണ്ടെത്തിയത് ഗുളിക രൂപത്തിലുള്ള വൻതോതിലുള്ള മാരക രാസവസ്തു. ഭക്ഷ്യവകുപ്പിന്റെ കണ്ടെത്തലുകൾ മലയാളി വാർത്ത പുറത്തുവിടുന്നു. തെരുവോര കച്ചവടക്കാർ വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്ന ഓറഞ്ചിൽ ഭൂരിഭാഗവും വിഷാംശമുള്ളവയാണ് എന്ന് മലയാളി വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ വാർത്ത തികച്ചും ശരിവെക്കുന്ന, തികച്ചും ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവിടുന്നത്. ഈ ദൃശ്യങ്ങൾ നിങ്ങൾ നോക്കൂ. മനുഷ്യനെ കൊല്ലുന്ന മാരക രാസവസ്തു ഗുളിക രൂപത്തിൽ. ഓറഞ്ചിനുള്ളിൽ ഇവ എങ്ങനെ എത്തി? പത്തനംതിട്ടയിലെ ഓമല്ലൂർ പഞ്ചായത്ത് അധികൃതരുടെ നേതൃത്വത്തിൽ വഴിയോര കച്ചവടക്കാരിൽ നിന്നും മായം കലർന്ന ഓറഞ്ച് പിടികൂടിയിരിക്കുന്നു. ഓമല്ലൂർ കൈപ്പട്ടൂർ റോഡിൽ കച്ചവടം നടത്തിയവരിൽ നിന്നാണ് മായം കലർന്ന ഓറഞ്ച് പിടിച്ചെടുത്തത്. കഴിഞ്ഞ ദിവസം ഇവിടെ നിന്നും ഓറഞ്ച് വാങ്ങി കഴിച്ചവർക്ക് ഛർദിയും ജലദോഷവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് അവർ ഓമല്ലൂർ പഞ്ചായത്തിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇവ പിടിച്ചെടുത്തത്. പഞ്ചായത്ത് അധികൃതരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന നടത്തിയത്. ഈ പരിശോധനയിൽ ഓറഞ്ചിനുള്ളിൽ ഗുളിക രൂപത്തിലുള്ള രാസവസ്തുവാണ് കണ്ടെത്തിയത്. ഓറഞ്ച് കേടുകൂടാതെ വളരെ കാലം ഇരിക്കുന്നതിനായി ഈ രാസവസ്തു ദ്രവരൂപത്തിൽ സിറിഞ്ചിൽ കുത്തിവെക്കുകയാണെന്നും ഇത് പിന്നീട് കട്ടിയാകുന്നതാണ് എന്നുമാണ് അധികൃതർ പറയുന്നത്. പഞ്ചായത്ത് ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ലക്ഷ്മി മനോജ്, വാർഡംഗം അഭിലാഷ് ഹാപ്പി, ബി സുനിത, അഞ്ജു എസ് പണിക്കർ, ധന്യ ഗോപിനാഥ്, രവീന്ദ്രവർമ്മ അമ്പാനിലയം എന്നിവരാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത്. പഞ്ചായത്ത് അധികൃതർ നടത്തിയ ഈ പരിശോധനയിൽ മായം കലർന്നതായി കണ്ടെത്തിയ ഓറഞ്ച് വിൽപ്പന സ്റ്റോളിൽ 2.5 കിലോ ഓറഞ്ച് 100 രൂപയ്ക്കാണ് വിൽക്കുന്നത്. തൊട്ടടുത്ത് തന്നെ 1.5 കിലോ ഓറഞ്ച് 100 രൂപയ്ക്ക് വിൽക്കുന്നു. പിടിച്ചെടുത്ത ഓറഞ്ച് വിൽപ്പനക്കാരുടേതിനേക്കാൾ എത്രയോ ഗുണനിലവാരമുള്ളതാണ് കൂടിയ വിലയ്ക്ക് വിൽക്കുന്ന ഓറഞ്ചുകൾ എന്നാണ് അധികൃതരുടെ വിലയിരുത്തൽ. ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ആറന്മുളയിലെ ഭക്ഷ്യവകുപ്പ് ഉദ്യോഗസ്ഥനുമായി മലയാളി വാർത്താ പ്രതിനിധി സംസാരിച്ചപ്പോൾ പഴകിയ 2.5 കിലോ ഓറഞ്ച് ഇവിടെ നിന്നും പിടികൂടി നശിപ്പിച്ചതായും സാമ്പിളുകൾ രാസപരിശോധനയ്ക്ക് തിരുവനന്തപുരം ഗവൺമെന്റ് അനലിറ്റിക്കൽ ലാബിലേക്ക് അയച്ചതായും അദ്ദേഹം പറഞ്ഞു. എന്തുതന്നെയായാലും തികച്ചും ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളും വിശദാംശങ്ങളുമാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഓമല്ലൂരിൽ പിടികൂടിയ ഈ ഓറഞ്ചുകൾക്കുള്ളിൽ ഗുളികയുടെ രൂപത്തിലുള്ള വെളുത്ത രാസവസ്തുവിനെ നമുക്ക് വളരെ വ്യക്തമായി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്തരത്തിൽ വളരെ മാരകമായ വിഷം കുത്തിവെച്ച് വില കുറച്ച് അവർ നമ്മുടെ ആരോഗ്യത്തെ വിലക്കെടുക്കുകയാണ്. എന്തിനും ഏതിനും വിലക്കുറവും ലാഭവും നോക്കി ഓടുന്ന നമ്മൾ മലയാളികളുടെ ആ ശീലത്തെ മുതലെടുത്ത് മാരകമായ വിഷം കലർത്തി ലാഭം കൊയ്യുകയാണ് ഇത്തരക്കാർ. ഓമല്ലൂരിലെ ഈ ഓറഞ്ച് വിൽപ്പനയെക്കുറിച്ച് മലയാളി വാർത്ത ഇപ്പോൾ പുറത്തുവിട്ടത് അത്ര അവഗണിക്കാവുന്ന ഒന്നല്ല. സംസ്ഥാനം മുഴുവനും ഈ പരിശോധന വ്യാപിപ്പിച്ച് നിയന്ത്രണങ്ങൾ വരുത്തേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ വലിയ ഭക്ഷ്യവിഷബാധയ്ക്ക് നാം സാക്ഷ്യം വഹിക്കേണ്ടി വരും. പതിയെ നമ്മുടെ ആരോഗ്യത്തെ കൊന്നു തിന്നുന്ന ഈ വിഷക്കച്ചവടം തുടച്ചു നീക്കിയേ മതിയാകൂ. കേരളത്തിൽ ഓറഞ്ച് കച്ചവടം പൊടിപൊടിക്കുമ്പോൾ 100 രൂപയ്ക്ക് 2-3 കിലോ ഓറഞ്ചാണ് ലഭ്യമാകുന്നത്. വാഹനത്തിൽ കൂട്ടിയിട്ടിരിക്കുന്ന ഈ ഓറഞ്ചുകൾക്ക് ആഴ്ചകൾ കഴിഞ്ഞാലും യാതൊരു കേടുപാടുകളും സംഭവിക്കുന്നില്ല എന്നതാണ് അത്ഭുതം. നിരവധി മൂലകങ്ങളുടെ കലവറയാണ് ഓറഞ്ച്. ഓറഞ്ചിൽ അടങ്ങിയിരിക്കുന്ന നാരുകൾ ദഹന പ്രക്രിയയെ സഹായിക്കുകയും ജീവകം സി, ക്യാൻസർ അടക്കമുള്ള രോഗങ്ങൾക്കെതിരെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. B6 എന്ന ജീവകം സെറോട്ടോണിൻ ഉത്പാദിപ്പിക്കാൻ സഹായിക്കുന്നതുകൊണ്ട് തന്നെ മൂഡ് വിറ്റമിൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇതുകൊണ്ട് മാത്രം ഓറഞ്ച് മനുഷ്യനെ സന്തോഷവാനാക്കുന്നു എന്ന് പോലും ഒരു വിശ്വാസവും നിലവിലുണ്ട്. ഓറഞ്ചിൽ അടങ്ങിയിരിക്കുന്ന ചില മൂലകങ്ങൾ രക്തയോട്ടത്തെ പോലും സ്വാധീനിക്കാറുണ്ട്. ഉയർന്ന രക്തസമ്മർദ്ദം തടയും. പെക്റ്റിൻ, ഹെസ്പെറിഡിൻ തുടങ്ങിയ വസ്തുക്കൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ദഹനത്തെ സഹായിക്കുന്നതിലൂടെയും ചീത്ത കൊളസ്ട്രോൾ അടിഞ്ഞുകൂടുന്നത് തടയുന്നതിലൂടെയും അമിതവണ്ണം ഒഴിവാക്കുന്നു. ഉയർന്ന ജലാംശം മൂലം കിഡ്നിയുടെ പ്രവർത്തനത്തെ സ്വാധീനിക്കാനുള്ള കഴിവും ഓറഞ്ചിനുണ്ട്. ചർമ്മത്തിന്റെ സ്വാഭാവികമായ മൃദുത്വം നിലനിർത്താനും ഓറഞ്ച് സഹായകമാണ്. എന്നാൽ ഓമല്ലൂരിൽ നിന്നും പിടിച്ചെടുത്തതുപോലുള്ള, അതായത് ഇപ്പോൾ നമുക്ക് വിപണിയിൽ ലഭ്യമാകുന്ന ഓറഞ്ചുകൾ ഈ ഗുണങ്ങളൊക്കെ നമുക്ക് നൽകുമോ എന്നതാണ് ചിന്തിക്കേണ്ടത്. ഈ ഓറഞ്ചുകൾ എത്രത്തോളം ഭക്ഷ്യയോഗ്യമാണ് എന്നതും ചിന്തിക്കേണ്ട വസ്തുതയാണ്.
ഓറഞ്ചിൽ എന്തെങ്കിലും തരത്തിലുള്ള നിറവ്യത്യാസമോ ദുർഗന്ധമോ അനുഭവപ്പെടുകയാണെങ്കിൽ ഒരിക്കലും അവ വാങ്ങരുത്. പകരം ഭക്ഷ്യവകുപ്പിനെ വിവരം അറിയിക്കുകയും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണം. ഓറഞ്ച് കച്ചവടക്കാരെല്ലാം ചെയ്യുന്നത് തെറ്റാണെന്നോ അവർ എല്ലാവരും വിഷ ഓറഞ്ചാണ് വിൽക്കുന്നത് എന്നോ അല്ല ഞങ്ങൾ പറഞ്ഞു വെക്കുന്നത്. എന്നാൽ ലഭ്യമാകുന്നതിൽ ഭൂരിഭാഗവും വിഷം കലർന്നവയാണ്, അതും മാരകമായ വിഷം. അതുകൊണ്ട് തന്നെ നമ്മൾ ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നമ്മുടെ മരണത്തെ നമ്മൾ തന്നെ വില കൊടുത്തു വാങ്ങുന്ന സാഹചര്യത്തിലേക്കാവും നമ്മൾ എത്തി നിൽക്കുക. മലയാളി വാർത്തയുടെ ഈ അന്വേഷണം തുടരും.